Hey everyone, welcome back to our channel. So ഇന്ന് ആക്ച്വലി നമുക്ക് എൻ്റെ ഒരു 5 AM സ്റ്റഡി വ്ളോഗ് കാണാം. ലൈക്ക് സ്കൂളിൽ പോകുന്ന ദിവസമുള്ളത്. സോ ഇത് ഞാൻ തലേ ദിവസം വാങ്ങിച്ച ഒരു നോട്ട് പാഡാണ്. ഇറ്റ് വാസ് സോ ക്യൂട്ട്. സോ ഞാൻ എടുത്തു. ലൈക്ക് ഈ ലബൂബു ഉള്ളതുകൊണ്ടല്ല, എനിക്കൊരു നോട്ട് പാഡ് വേണമായിരുന്നു. ആൻഡ് പ്രിറ്റി അഫോർഡബിൾ ആയിരുന്നു ഇത്. സോ ഞാൻ എടുത്തു. ഞാൻ ഇതൊന്നും നോക്കാൻ നിന്നില്ല. ആൻഡ് അതിനുശേഷം രാവിലെ തന്നെ ഐ വാസ് സ്റ്റഡിയിങ് ബോട്ടണി എനിക്ക് 2 ക്ലാസ് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ ഐ വാസ് വാച്ചിങ് ദാറ്റ്. ആൻഡ് സത്യം പറഞ്ഞാൽ മോർണിംഗ് എണീറ്റാൽ ഭയങ്കര ഉഷാറാണ് കേട്ടോ. നമുക്ക് നല്ല രീതിക്ക് ക്ലാസ്സസ് ഒക്കെ വേഗം തന്നെ മനസ്സിലാവും. എൻ്റെ ഫ്രണ്ട്സും അത് പറയാറുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, എൻ്റെ ടേബിളിൽ പുതിയൊരു പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മണി പ്ലാന്റ് ആണ്. പിന്നെ എന്താ വെച്ചാൽ ലൈക്ക് എൻ്റെ ടേബിൾ ലൈക്ക് ഫീലിംഗ് ഇൻകംപ്ലീറ്റ്. സോ എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു ഫ്ലവർ ചെടി എന്തെങ്കിലും വെക്കാമെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ വൈഫൈ വെച്ച് അവിടെ വെക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ വൈഫൈൻ്റെ റേഡിയേഷൻ കാരണം അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്തു. ആൻഡ് ഐ വെൻറ്റ് ടു സ്കൂൾ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വെറുതെ എടുത്തതാണ് വീഡിയോ ഇത്. അപ്പം ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. സോ ഇങ്ങനെയാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ലുക്സ് ലൈക്ക്. ഞാൻ കൊസറക്സിൻ്റെ ഗുഡ് മോർണിംഗ് ജെൽ ക്ലെൻസർ കൊണ്ട് ഫേസ് ക്ലെൻസ് ചെയ്യും. മോർണിംഗ് നൈറ്റ് വരെയാണ് ക്ലെൻസർ. അതിന് ശേഷം മിനിമലിസ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കും. പിന്നെ വിഷ് കെയറിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കും. ഈ സൺസ്ക്രീൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഓയിലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയ്ക്കും കുറവ് ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ശരിക്കും നമ്മൾ കുറേ ഉപയോഗിക്കണം. പക്ഷേ ഇത് ഭയങ്കര ഓയിലി ആയതുകൊണ്ട് എൻ്റെ ഫേസ് ഡാർക്ക് ആക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വിഷ് കെയറിൻ്റെ ഒരു ലിപ് ബാം കൂടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമായി ചോദിച്ചാൽ ഇഷ്ടമായിട്ടില്ല, കാരണം ഡ്രൈ ആക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കറൻ്റ് അത് കഴിയാനായി. ഇപ്പോൾ പിന്നെ അത് കഴിക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. ആൻഡ് ആഫ്റ്റർ സ്കൂളാണ്. സോ ഞാനൊരു 5:20 സംതിങ് ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. അപ്പോൾ തന്നെ എന്നെ വിളിക്കാൻ ഒരാൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ടേബിളിൽ പോയ സമയത്ത് സൈലത്തിൻ്റെ കുറച്ച് ബുക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് സൈലത്തിൻ്റെ ഗൈഡുകൾ. സോ ഞാൻ PCMB 5 ബുക്സിൻ്റെയാണ് സെറ്റ് ഓഫ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ബയോളജി, പിന്നെ ബോട്ടണി, ബയോളജി, മാത്സ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ 5 ബുക്സാണ് ഉണ്ടായത്. ഇതിൽ ഏറ്റവും കട്ടി കൂടിയത് ഫിസിക്സ് ആണ് ആൻഡ് ഏറ്റവും കട്ടി കുറഞ്ഞ മാത്സ്. അതായത് പാർട്ട് 1 പാർട്ട് 2 സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ബുക്കൊക്കെ നല്ല രീതിക്ക് നോക്കി. പാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിലുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് പോലെയുള്ളൊരു എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെയും ഉണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ഇതിൽ. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ ചാപ്റ്ററും നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കിയിട്ട് വേണം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ +1 സൈലത്തിൻ്റെ ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 10th എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ +1 ഞാൻ വാങ്ങിക്കാത്തത് എന്താ വെച്ചാൽ എനിക്ക് കുറേ ഗൈഡ് വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഗൈഡൊന്നും നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ഒരു ഗൈഡിൻ്റെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാം, കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം +1 കുറച്ച് ഉടായിപ്പായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നല്ല രീതിക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണമല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചായ കുടിച്ചു. അമ്മ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നതിന് പിന്നെ ഞാൻ ഇവിടുന്ന് തട്ടിമുട്ടി ഓരോന്നുണ്ടാക്കി. അതിനുശേഷം ഞാൻ പിന്നെയും പഠിക്കായിരുന്നു. രാത്രി ഞാനൊരു ക്ലാസ് കാണുമായിരുന്നു. കെമിസ്ട്രീൻ്റെ കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ആ ക്ലാസ് ഞാൻ കാണുമായിരുന്നു. എൻ്റെ ഓണം പ്രിപ്പറേഷൻ ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ഫിസിക്സും കൂടി കുറച്ച് പഠിക്കാനുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ മതിയാവും. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അതിനും കൂടിയാണ് ഞാൻ ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഏറ്റവും വേഗത്തിൽ തന്നെ എനിക്ക് കിട്ടി. 2 ദിവസത്തിലെങ്ങാനും എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തന്നെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കാരണം എനിക്ക് കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാവാറുള്ളത് സ്കൂളിൽ പോകുന്ന ദിവസം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ ഇൻ ദ വീഡിയോ. ടിൽ ദെൻ ബൈ.